എടാ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഓക്കെ, +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. +1ന്റെ സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യേണ്ട ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പോട്ട് അലോട്ട്മെന്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ മക്കൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ സ്പോട്ടിന് അപ്ലൈ ചെയ്തത് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണല്ലേ. പക്ഷേ സ്പോട്ടിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വമ്പൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ആണിത്. മക്കള് സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണിത്. ഒരു ചെറിയ പ്രശ്നം മൂലം പോലും നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടരുത്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഈ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അത്യാവശ്യം ലെങ്തി ആയിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് ഇത്രയും കൂടുന്നത്. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ സ്നേഹവും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുന്ന മക്കൾ എല്ലാവരും നിങ്ങളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ കുറേ മക്കൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സജഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. ഒത്തിരി മക്കൾക്ക് അഡ്മിഷന്റെ സമയവുമായി ബന്ധപ്പെട്ട് കുറേ ഡൗട്ട്സുകളുണ്ട്. അപ്പോൾ മക്കൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒട്ടും ടൈമില്ലാത്ത സമയത്തും നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ച് നമുക്ക് റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മക്കൾക്കും മെസ്സേജിന് റിപ്ലൈ അയക്കുന്നുണ്ട്. സോ എല്ലാവർക്കും കൂടെ റിപ്ലൈ അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുവാനും. +1ന്റെ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ +1ന്റെ സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുന്ന ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നുവരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഓഗസ്റ്റ് 13 വൈകുന്നേരം 4 മണി വരെ എല്ലാ മക്കൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് ആപ്ലിക്കേഷൻ നോക്കുക. ആപ്ലിക്കേഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. സോ എല്ലാ മക്കളും അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതുവരെ നിങ്ങൾ എല്ലാ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് 3 മെയിൻ അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സപ്ലിമെന്ററി വന്നു, ഫസ്റ്റ് സപ്ലിമെന്ററി വന്നു, സെക്കൻഡ് സപ്ലിമെന്ററി വന്നു. അതിലൊന്നും മക്കൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട്, അഡ്മിഷന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ലാസ്റ്റ് ചാൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ നടന്നിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പോലെയല്ല നിങ്ങളുടെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ വരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മുടെ അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരുന്നു. നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റും ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എഴുതി കാണിക്കും, കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ആൻ അലോട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും അല്ലേ. ഇന്ന സ്കൂള് സബ്ജക്റ്റ് ഒക്കെ എഴുതി കാണിക്കും. നമ്മളപ്പോൾ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ഔട്ട് എടുക്കുന്നു. ആ അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമുക്ക് അഡ്മിഷൻ കിട്ടിയ സ്കൂളിലേക്ക് പോകുന്നു, പൈസ കൊടുക്കുന്നു, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമുക്ക് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരെ നടന്നിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും സ്പോട്ട് അലോട്ട്മെന്റിന് എന്താണ് പ്രത്യേകത? നമ്മുടെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 13 വൈകുന്നേരം 4 മണിക്കാണ്. നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെയാണ്. അതായത് തൊട്ടടുത്ത ദിവസം എന്ന് പറയുമ്പോൾ 14 നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 എത്ര മണി മുതലാണ്? 10 മണി മുതലാണ് നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 14 10 മണിക്ക് അഡ്മിഷൻ നടക്കണമെങ്കിൽ അതിന് മുമ്പേ റാങ്ക് ലിസ്റ്റ് വരണം അല്ലേ. നമ്മുടെ വെബ്സൈറ്റിൽ HS ക്യാപ്പിലെ സർക്കുലറിൽ പറയുന്നത് 14 9 മണിയോടുകൂടി റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ്. അപ്പോൾ 9 മണിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ സ്കൂളിൽ എത്തിയിരിക്കണം. പക്ഷെ 9 മണിക്ക് തന്നെ ആയിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. മക്കളെ, 4 മണിക്ക്, ഓഗസ്റ്റ് 13 4 മണിക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കൊരു 8, അന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാം. അപ്പം മക്കള് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അന്നൊരു 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കോ രാത്രിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരാം. ഓക്കെ, ഓരോ സ്കൂളിലെയും റാങ്ക് ലിസ്റ്റ് വരാം. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നാളെ 9 മണിക്ക്, അതായത് 14 9 മണിക്കാണെന്ന് സർക്കുലറിൽ ഉണ്ടെങ്കിലും നേരത്തെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ചെക്ക് ചെയ്യുക.
അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ കുറേ വിദ്യാർത്ഥികൾ ഒന്നിലധികം സ്കൂളുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? 10-15 സ്കൂളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഓരോ കോമ്പിനേഷനൊക്കെ ആയിട്ട് ഒരു സ്കൂളിൽ തന്നെ പല കോമ്പിനേഷനിലും അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുമുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ സ്കൂളുകളിലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനകത്ത് എല്ലാ സ്കൂളുകളിലെ റാങ്ക് ലിസ്റ്റിനുള്ളിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും. അതായത് നമ്മൾ ഒരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു, ആ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളെല്ലാം വെച്ചിട്ടാണ് അവർ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പേര് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ സ്കൂളിൻ്റെയും റാങ്ക് ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. ഈ റാങ്ക് ലിസ്റ്റിനകത്ത് എങ്ങനെയാണ് പേര് വരുന്നത്? നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ WGPA, നമ്മുടെ ഗ്രേഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നമ്മുടെ റാങ്ക് വരുന്നത്. അപ്പം ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഓരോ സ്കൂളിലെയും റാങ്ക് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കൂളിൽ എത്രമാത്രം വേക്കൻറ്റ് സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ആ വേക്കൻറ്റ് സീറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വേക്കൻറ്റ് സീറ്റുകൾ വരുന്ന ആ സീറ്റുകളുടെ എണ്ണത്തിനുള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം മക്കൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിനകത്ത് പേര് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ, നിങ്ങൾ കുറേ സ്കൂളുകളിൽ റാങ്ക് ലിസ്റ്റിൽ വേക്കൻസി സീറ്റുകളുടെ ഉള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ചൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്കൂൾ, അവിടേക്ക് നിങ്ങൾക്ക് പോകാം. മനസ്സിലായോ? ആ സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബാക്കി കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങളുടെ പേര്, ചില മക്കളുടെ പേര് വേക്കൻസി സീറ്റ്, ഉദാഹരണം ഒരു സ്കൂളില് 10 വേക്കൻസി സീറ്റ് ഉണ്ടായിരുന്നു വിചാരിക്കുക. നിങ്ങളുടെ റാങ്ക് 11 12 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെന്ന് വിചാരിക്കുക. അതായത് വേക്കൻസി സീറ്റ് പ്രകാരം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പൊ പല സ്കൂളുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പല സ്കൂളുകളിലും ഇതുപോലെ വേക്കൻസി സീറ്റുകളുടെ അവസാനം, വേക്കൻസി സീറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റാങ്ക് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള മക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടിരിക്കുക. അതായത് നമ്മൾ ആ വേക്കൻസി സീറ്റുകളുടെ ഉള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്ത റാങ്ക് വന്നിട്ടുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് നിങ്ങൾ നോക്കുക. അതായത് ഉദാഹരണം 10 സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിങ്ങളുടെ റാങ്ക് 11 12 13 14 അതെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഏറ്റവും അടുത്ത് റാങ്ക് വന്നിട്ടുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആ സ്കൂളുകളിലേക്ക് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ പോവുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു 5 സ്കൂളിൽ ഏറ്റവും അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷെ 5 സ്കൂളിലും കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരാൾ, പേരൻസിൽ ഒരാൾ ഒരു സ്കൂളിൽ പോവാ, മറ്റൊരാൾ മറ്റൊരു സ്കൂളിൽ പോവാ. ഇനി നിങ്ങൾക്ക് റിലേറ്റീവോ ചേട്ടന്മാരോ ഉണ്ടെങ്കിൽ അവരെ വേറൊരു സ്കൂളിലേക്ക് പറഞ്ഞു വിടുക. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വേക്കൻറ്റ് സീറ്റ് പ്രകാരം ഒരു 10 സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതെ വരാം. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി പല സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ വേക്കൻസി സീറ്റ് പ്രകാരം ഒരു കുട്ടിക്ക് പല സ്കൂളിലെ വേക്കന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ കിട്ടാം. പക്ഷെ ആ ഒരു കുട്ടി ഒരു സ്കൂളിലെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ബാക്കി സ്കൂളുകളിലെല്ലാം ആ കുട്ടിയുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കത്തില്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ഈ വേക്കന്റ് സീറ്റ് പ്രകാരമുള്ള ആദ്യത്തെ റാങ്കുകാർ വന്നിട്ടില്ലെങ്കിൽ, അതായത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ടൈം ഉണ്ട്, ആ ടൈം പീരീഡിൽ വന്നിട്ടില്ലെങ്കിൽ അത് പ്രിൻസിപ്പൾ ഓരോരുത്തരായിട്ട് വിളിക്കുക ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ വന്നിട്ടില്ലെങ്കിൽ അതിന് താഴെയുള്ള റാങ്കുകാരെ പരിഗണിക്കും. അതായത് 10 വരെയുള്ള റാങ്കിൽ ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് 11ാമത്തെ റാങ്കിനെ പരിഗണിക്കും. അതിനുശേഷം 12ാമത്തെ റാങ്കിനെ പരിഗണിക്കും. അങ്ങനെ താഴോട്ട് വരും. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പ്രകാരം നിങ്ങളുടെ വേക്കൻസി ലിസ്റ്റിനുള്ളിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഏറ്റവും റാങ്ക് ലിസ്റ്റ് അടുത്തുള്ള സ്കൂളുകളിലേക്ക് നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പല പല സ്കൂളുകളായിട്ട് വിടുക. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി അവിടെ നിർത്തുക. അതായത് കുട്ടികൾ വന്നിട്ടുണ്ടോ, ഈ വേക്കൻസി സീറ്റിനകത്തുള്ള എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലെങ്കിൽ അപ്പോഴത്തേക്ക് നിങ്ങളെ വിളിച്ചിട്ട് ആ സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറയാൻ വേണ്ടി കഴിയും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ആ സ്കൂളിൽ ഏകദേശം കൃത്യമായിട്ട് കുട്ടികൾ വരുന്നതേ ഉള്ളൂ. മറ്റൊരു സ്കൂളിൽ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ, വേക്കൻസി ലിസ്റ്റ് പ്രകാരം റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ 2-3 കുട്ടികൾ വന്നിട്ടില്ല. അപ്പൊ അഡ്മിഷൻ സമയത്ത് നിങ്ങളെ വിളിച്ച് പെട്ടെന്ന് പറയുക, ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് അങ്ങോട്ട് പോകാം, കാരണം അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് ചെയ്യുക. ഇത് എല്ലാ വർഷവും കുട്ടികൾ ചെയ്യുന്നതാണ്. എല്ലാ വർഷവും പേരൻസും രക്ഷിതാക്കളും എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാൻ, എങ്ങനെയുള്ള കുട്ടികളാ?
വേക്കൻസി സീറ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളില്ലേ, ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം വേക്കൻസി സീറ്റിനുള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാ മക്കൾക്കും കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുകളിലുള്ള റാങ്കുകാർ വന്നിട്ടില്ലെങ്കിൽ താഴെയുള്ള റാങ്കുകാർക്ക് അഡ്മിഷൻ സ്പോട്ടിൽ കിട്ടും. അതാണ് നമ്മുടെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ അഡ്മിഷൻ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 10 മണി മുതൽ 12 മണി വരെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പൊ നിങ്ങൾ അഡ്മിഷന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ പേരൻസുമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാമായിട്ട് നമ്മൾ സ്കൂളിൽ ചെല്ലുന്നു. അപ്പൊ ഓരോ റാങ്ക് അനുസരിച്ചിട്ട് പ്രിൻസിപ്പള് കുട്ടികളെ വിളിക്കും. മനസ്സിലായോ? ഇപ്പൊ 1ാം റാങ്കുകാരനെ വിളിക്കും. എന്നിട്ട് 1ാമത്തെ റാങ്കിലുള്ള വിദ്യാർത്ഥിയുടെ എല്ലാ ഡോക്യുമെന്റ്സും പരിശോധിക്കും. അതിനുശേഷം 2ാമത്തെ റാങ്കുകാരനെ വിളിക്കും. ഇങ്ങനെയാണ് പ്രിൻസിപ്പൽമാര് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കുക. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇവർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും. എന്നിട്ട് ഒരു മണിക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ വരിക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ 10 മണി മുതൽ 12 മണി വരെ എന്നുള്ള ടൈമിലാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി ഡോക്യുമെന്റ് കൊടുക്കാനുള്ള ടൈം. ഈ ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് തരത്തില്ല. അതായത് ഒരു റാങ്കുകാരനെ വിളിക്കുമ്പോൾ ആ റാങ്കുകാരന്റെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അടുത്ത റാങ്കുകാരനിലേക്ക് നിങ്ങളുടെ കോള് പോകും. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ നഷ്ടപ്പെടും. ഇത് സാധാരണഗതിയിൽ എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ പ്രിൻസിപ്പൽ ഓഫീസേഴ്സും നിങ്ങളുടെ റാങ്ക് പ്രകാരം നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സുമായിട്ട് നിങ്ങൾ അവിടെ ഹാജരായിരിക്കണം. ഇനി ഡോക്യുമെന്റ്സിന്റെ കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ ആ സമയത്ത് സ്കൂളിൽ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത്, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ആ സമയത്ത് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം. നാളെ കൊണ്ടുതരാം, 10 മിനിറ്റ് കഴിഞ്ഞ് തരാം, ഇങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസും അവിടെ ബാധകമാവുന്നതല്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ ആ സമയത്ത് കൊണ്ടുവരണം. നിങ്ങൾക്ക് പിന്നീട് ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് അനുവദിക്കുന്നതല്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ നടന്നു, ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്തെ സാധനവും സർട്ടിഫിക്കറ്റും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കൊടുക്കണം, സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് എപ്പോഴും വീഡിയോയിലൂടെ റെഗുലർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ എടാ മക്കളെ, ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓൾറെഡി അതിന്റെ ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റ് ചാനലിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ടെയിൽസ് ഓഫ് സ്റ്റുവേർട്സിന്റെ ബയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനല്ലാതെ പിന്നെ ആരെന്ന് പറഞ്ഞൊരു പേര് കാണാം, ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ആകും. അതിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രിന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതിന്റെ 2 പേജ് കൃത്യമായിട്ട് നിങ്ങൾ കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന്, നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് നമുക്ക് TC അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ രണ്ടിന്റെയും കോപ്പി പോലെ ഒറിജിനൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ ആദ്യം ആപ്ലിക്കേഷൻ പ്രിന്റിന്റെ 2 പേജ്, TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ. അതിനുശേഷം SSLC മാർക്ക് ഷീറ്റ് ഒറിജിനൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള മക്കളാണെങ്കിൽ അതുകൂടി എടുത്തു വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കില്ല റിസൾട്ട് നോക്കുന്ന സമയത്ത്, ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകണം. അതിനുശേഷം SC ST OEC വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റും മസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കണം. SC SC OEC വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം, ഇൻകം സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. നിങ്ങൾ ഗ്രാന്റ് പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് എന്തായാലും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പിന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എല്ലാ മക്കൾക്കും ഒരു ക്ലബ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം സ്കൂളിൽ നിന്ന്. അത് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ലിറ്റിൽ കൈറ്റ്സ്, SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഗ്രേസ് മാർക്ക് കിട്ടുന്ന എന്തിനെങ്കിലും നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ലിറ്റിൽ കൈറ്റ്സിന്റെ, SPCയുടെ, NCCയുടെ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൂടാതെ ഇതിന്റെ എല്ലാം ഒരു കോപ്പിയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം. ഇത്രയും പറഞ്ഞ കാര്യത്തിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒരു കോപ്പിയും. ഏതിന്റെ? ലിറ്റിൽ കൈറ്റ്സ് മുതൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വരെ ഉള്ളതിന്റെ. അടുത്തത്, ചില വിദ്യാർത്ഥികൾക്ക് LSS, USS, NMMS ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. LSS, USS, NMMS എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങളുടെ സ്കോളർഷിപ്പ് എക്സാം ആണ്. അതായത് നിങ്ങളുടെ 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പൊ അത് എഴുതിയ സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിന്റെ ഒരു കോപ്പിയും നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ആർട്സിനും സ്പോർട്സിനൊക്കെ എന്തിനെങ്കിലും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇത് ഓൾറെഡി ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും. അപ്പൊ ആർട്സ് സ്പോർട്സിന്റെ അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, അതിന്റെ ഒരു കോപ്പിയും കൂടി വേണം. ഇനി EWSന് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ കോപ്പി കൊണ്ടുപോകേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SSLC മാർക്ക് ലിസ്റ്റിന്റെ ഒറിജിനൽ ആണ് എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ SPC, NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതിന്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകണം. LSS, USS, NMMS അതിന്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകണം. ആർട്സ് ആൻഡ് സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളുടെ അതിന്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകണം. ഇത്രയും കാര്യത്തിന്റെയാണ് കോപ്പി വേണ്ടത്. ബാക്കി ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം ഉള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് എല്ലാത്തിന്റെയും കോപ്പിയും കൂടെ നിങ്ങൾ എടുത്തു വെച്ചാൽ അത് ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോകാൻ മറക്കരുത്. പിന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡ് കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും എടുത്തേക്ക്. കാരണം എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വന്നാൽ അപ്പൊ ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും. പിന്നെ നിങ്ങൾ ഒരു 2 ഫോട്ടോയും കൂടെ എടുത്തിരിക്കുക. പേരന്റ് മസ്റ്റായിട്ട് സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസ് മസ്റ്റായിട്ട് കൂടെ വേണം. ഏതെങ്കിലും ഒരു ഗാർഡിയൻ നിങ്ങളുടെ കൂടെ വേണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടയ്ക്കാനുള്ള ഫീസും നിങ്ങൾ കരുതേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു സയൻസ് ബാച്ച് ഒക്കെ ആണെങ്കിൽ എനിക്കൊന്നൊരു 2000 അത് റേഞ്ചിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തീരും. പിന്നെ സ്കൂളിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആർട്സിന്റെയോ അല്ലെങ്കിൽ സ്പോർട്സ് എക്സാം ഫീസ് എന്നൊക്കെ പറഞ്ഞ് ചില എയ്ഡഡ് സ്കൂളുകളിൽ ഫീസ് മേടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് വരുന്നത്. സോ അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ ഫീസും ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. സർട്ടിഫിക്കറ്റുകളിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എടുക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ തരത്തില്ല. നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. അപ്പൊ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് എടുത്തു വെക്കുക. അലോട്ട്മെന്റ് കൃത്യമായിട്ട് നോക്കുക. റാങ്ക് ലിസ്റ്റ് വരുന്ന കൃത്യമായിട്ട് നോക്കുക. അത് പ്രകാരം രാവിലെ തന്നെ നിങ്ങൾ സ്കൂളിൽ എത്തുക. ഇപ്പൊ ദൂരെയുള്ള സ്കൂളൊക്കെ ആണെങ്കിൽ ട്രാവലിംഗിന്റെ ഇഷ്യൂസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. പേരന്റ് കൂടെ വരും. മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നനഞ്ഞു പോകാതെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നനഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുക. നിങ്ങൾ ലേറ്റ് ആകാതെ ഇറങ്ങാതെ കൃത്യമായിട്ട്. കാരണം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. മറ്റേതൊക്കെ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് അഡ്മിഷൻ എടുക്കാം, അല്ലേ? ആ സമയത്ത് എത്തണമെന്നൊന്നുമില്ല, നമുക്ക് 2 ദിവസം ഫുള്ള് കിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങൾ ആ കൃത്യസമയത്ത് നമ്മളവിടെ ഹാജരായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദൂരെ ആണെങ്കിലും അടുത്തായാലും നിങ്ങൾ 1 മണിക്കൂറൊക്കെ മുമ്പേ ഇറങ്ങുക. അവിടെ എത്തുന്ന സമയത്ത് 1 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ അവിടെ സ്കൂളിൽ ഹാജരാകണം. ഇതാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ, ഏകദേശം ഒരു 100% കാര്യങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തന്നു. ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അധ്യാപകരോടുകൂടി ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന എഫേർട്ട് നിങ്ങൾ മാനിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. 30,000-ഓളം സീറ്റുകൾ വേക്കന്റ് ആണ്. അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റിന്റെ ഒരു റേഷ്യോ വ്യത്യാസം വരുന്നുണ്ട്, വടക്കൻ ജില്ലകളും തെക്കൻ ജില്ലകളും ഒക്കെ ആയിട്ട്.
ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവർക്കും കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ നല്ല കോൺഫിഡന്റ് ആയിട്ട് സ്പോട്ട് അലോട്ട്മെന്റിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ.